ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. എല്ലാവർക്കും അറിയാം. ഞാൻ ഉണ്ടാക്കുന്ന അത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല സ്മൂത്തായിട്ട് ഞാൻ ഗോതമ്പ് കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഞാനൊരു 10-12 മണിയായപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ. കുഴച്ച് ഇതുപോലെ ഒറ്റ ഉണ്ടയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്മോൾ ഉണ്ടകളാക്കി നമുക്കതിനകത്തേക്ക് വേണ്ടത് ശർക്കര, തേങ്ങ, പിന്നെ ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത്. ഇത്രയും സാധനമാണ്. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ശർക്കരയും തേങ്ങയും ഏലക്കായും ജീരകവും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചായിരുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞെരടിയെടുക്കുക. അതൊരു സുഖം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ പറയും, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയും നമുക്കതൊരു സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നൊക്കെ പറയും. ഞാൻ സ്പൂണൊന്നും ഇട്ടല്ല. നമ്മൾ നാട്ടിൻപുറത്തുകാർ സാധാരണ പോലെ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിയാലേ അതെല്ലാം അവിടുത്തെ മിക്സ് ആവുള്ളൂ. അതുപോലെ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ പറയും, ഞാൻ പല വീഡിയോകളും കാണാറുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കുക അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന. അപ്പം അത് ആ വീഡിയോയ്ക്ക് മാത്രം ആ സ്പൂൺ കൊണ്ട് ഇളക്കലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കൈകൊണ്ട് തന്നെയായിരിക്കും അത് കൂടുതലും ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലൊന്നും അല്ലെന്നേ. പൂച്ച അതിൻ്റെ ഇടയ്ക്ക് പൂച്ച അവിടെ വന്ന് അപ്പം കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയിട്ട് എന്താടാ അങ്ങനെ ഇത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഈ അപ്പന് ഗോതമ്പ് കൊണ്ടായിട്ടുണ്ടാക്കണേ. ചിലരിങ്ങനെ അരിയുടെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കാറ്. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഗോതമ്പാണ്. ഗോതമ്പ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ജീരകം, അതുപോലെ തേങ്ങ, ശർക്കര, ജീരകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് ഫില്ലിങ് പരത്തിനകത്തേക്ക് നമുക്ക് ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കി നമുക്കതിനകത്ത് വെച്ച് വൈകുന്നേരം ചായക്ക് കടി. അപ്പം നമ്മൾ ചായക്കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പല ഷേപ്പിൽ കോഴിക്കട്ട ഉണ്ടാക്കിയതാണ്. കോഴിക്കട്ട ഗോതമ്പിൻ്റെ കോഴിക്കട്ട കൊടുക്കില്ലത്. കൊച്ചിൻ്റെ കണ്ടോ? കൊച്ചു അംഗനവാടി പോകുന്നതാ. ഉടുപ്പ് മാറിയിട്ട് എന്ത് വേറെ ഇടാതെ വേഗം പോയി ഉടുപ്പെടുത്തിട്ട് ആളെ കാണിക്കാതെ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കൊഴലപ്പത്തിൻ്റെ കൂട്ടത്തിൽ. ഇത് നമ്മുടെ പിള്ളേരെ കഴിക്കാൻ മോമോസ് പിള്ളേരെ പറ്റിക്കാൻ കിട്ടും. മോമോസ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നല്ല ടേസ്റ്റായിട്ട് ഡൗട്ട് വേണം അതാക്കി കൊടുക്കാം. അങ്ങോട്ട് കാണിക്കും, പ്ലേറ്റ് കാണിക്കും. ഓക്കെ, കോഴിക്കോട്ട പൊളിയും കട്ടൻ ചായയൊക്കെ ടേസ്റ്റെന്നറിയാമോ? പണ്ടൊക്കെ ഇത് കോഴിക്കോട്ട് ഉണ്ടാക്കാറുണ്ട്. ഇഷ്ടമല്ലല്ലോ. പിന്നെ കൊച്ചിനും അത് വലിയ കുഴപ്പമില്ല.